ഫൈനലി തലപതിയുടെ ലാസ്റ്റ് മൂവി ആയിട്ടുള്ള ജനനായകത്തിന്റെ ട്രെയിലർ റിലീസ് ആയിട്ടുണ്ടായിരുന്നു. ട്രെയിലറിനെ കുറിച്ച് സംസാരിക്കുന്ന മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഓരോ വർഷം തലപതി മൂവിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു മൂവ്മെന്റ് ഉണ്ടല്ലോ. മൂപ്പര് ഇനി വരത്തില്ല എന്ന് ഏകദേശം ഷുവറാണ്. പക്ഷെ എന്നാലും എന്തെങ്കിലും ഒരിക്കൽ തിരിച്ചു വരുന്ന ഒരു ഹോപ്പ് ഉണ്ട്. വരുമോ ഇല്ലയെന്നൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ ആ ഒരു മൂവ്മെന്റ് ഉണ്ടല്ലോ, നമ്മൾ ആ ഒരു വിജയ് സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന, അത് ഞാൻ മിസ് ചെയ്യും. ആ ഒരു ട്രെയിലർ കാണാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ടൈം പീരീഡ് ഉണ്ടല്ലോ, അത് ഞാൻ മിസ് ചെയ്യും. അത് ഇപ്പം ഈ ഒരു സിനിമ മാത്രമല്ല, തലപതിയുടെ ഏതൊരു മൂവി ആയിരുന്നെങ്കിലും ആ ഒരു ട്രെയിലറും ആ ഒരു ഓഡിയോ ലോഞ്ചും ആ ഒരു കുട്ടി സ്റ്റോറിയും അങ്ങനത്തെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന് കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് മിസ് ചെയ്യും. എസ്പെഷ്യലി തിയേറ്റർ എക്സ്പീരിയൻസ് മാൻ. അത് എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് എനിക്ക് അറിയത്തില്ല. തലപതിയുടെ മൂവി എന്ന് പറയുമ്പോൾ ഒരു ഫെസ്റ്റിവൽ ആണ്. തിയേറ്ററിൽ ഒരു പക്ക ഫെസ്റ്റിവൽ മൂഡാണ് സിനിമ. ഫാൻ ഷോ ഒക്കെ കാണണം, അടിച്ചു പൊളി എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവൽ ഓഫ് എക്സ്പീരിയൻസ് ആയിരിക്കും. ഇന്ത്യയിൽ വേറൊരു നടനും ഈ മാതിരി തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതിപ്പോ കേരളമായാലും തമിഴ്നാടായാലും എവിടെയായാലും മൂപ്പരുടെ സിനിമ റിലീസാണോ അന്ന് ആഘോഷമാണ്. അന്നത്തെ തിയേറ്റർ എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുന്നത് ഫെസ്റ്റിവൽ മൂഡാണ്. ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഒരിക്കലും മറക്കത്തില്ല. അങ്ങനത്തെ ഒരു ടോപ്പ് ലെവൽ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും. ആ ഒരു കാര്യം വേറെ ഒരു നടനും ഇനി ഒരിക്കലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അമ്മാതിരി ലെവലായിട്ടുള്ള ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തരാൻ പറ്റുന്ന ഒരു ആക്ടറാണ് തലപതി വിജയ്. സിനിമയുടെ റിസൾട്ട് എങ്ങനെ ആയിക്കോട്ടെ, സിനിമ എങ്ങനെ പോയിക്കോട്ടെ, പക്ഷെ സിനിമ റിലീസ് ആയ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ അല്ലെങ്കിൽ ആ ഒരു എൻ്റയർ ഫസ്റ്റ് ഡേ തിയേറ്ററിലുള്ള ഒരു ആഘോഷം, ആ ഒരു എക്സ്പീരിയൻസും അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതെല്ലാം ഞാൻ മിസ് ചെയ്യും. എല്ലാം കണ്ടു വളർന്നൊരു മനുഷ്യനാണ്. ആ മനുഷ്യൻ സിനിമ നടത്തി പൊളിറ്റിക്സിൽ പോകുന്ന, ഓക്കെ, അത് മൂപ്പരുടെ ഇഷ്ടപ്പെട്ട കാര്യമാണ്, ചെയ്യട്ടെ, എല്ലാം അടിപൊളിയായിട്ട് പോകട്ടെ. പക്ഷെ സിനിമ നിർത്തിയിട്ട് പോകുമ്പോൾ അത് കേൾക്കുമ്പോൾ ഒരിക്കലും ആസ് ഒരു തലപതി ഫാൻ സഹിക്കാൻ പറ്റില്ലടോ. കാരണം മൂപ്പര് സിനിമ ഇല്ലാത്തൊരു വർഷം എന്ന് പറയുന്നത് സീനാണ്. ഇനി അങ്ങോട്ട് അത് ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ എന്തോ പോലെയാണ്. സോ എന്തായാലും എല്ലാം മിസ് ചെയ്യും. വൺ ലാസ്റ്റ് റൈഡ്. സോ മിസ് യു തലപതി. ആൻഡ് ട്രെയിലറിലോട്ട് വരുവാണെങ്കിൽ, ട്രെയിലർ പ്ലേ ചെയ്യുന്നതിന് മുമ്പ് എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു കാര്യമാണ്, ഇത് ഭഗവത് കേസരി ആകില്ലേ 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 എന്നുള്ളത്. പക്ഷെ ട്രെയിലർ പ്ലേ ചെയ്ത് ആ ഒരു 2 സീൻ കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം കാര്യം മനസ്സിലായി, ഇത് പക്കാ ഭഗവത് കേസരിയാണ്. ഒരു 90% ഭഗവത് കേസരിയും പിന്നീട് ഒരു 10% തലപതിയുടെ സിനിമകളുടെ റെഫറൻസും പൊളിറ്റിക്സും ഒക്കെ ആയിട്ട് മിക്സ് ചെയ്യുന്ന ഒരു മൂവിയാണ്. ആ ഒരു ട്രെയിലറിൽ വരുന്ന ആദ്യത്തെ കുറച്ച് പോർഷൻസ് പക്കാ ഭഗവത് കേസരിയാണ്. ഡിറ്റോ അതുപോലെ എടുത്തു വെച്ചിട്ടുണ്ട്. ആ ഒരു ലോറി ഓട്ടിച്ച് വരുന്നതിന് മാത്രം മൂപ്പര് ബൈക്കിലാണ് വരുന്നത്. ബാക്കിയെല്ലാം സെയിം. ആ ജയിലിലെ ഇൻസിഡന്റ് ആയാലും, ആ ഒരു ഫാക്ടറി ഫൈറ്റ് ആയാലും, ആ ഒരു ആർമിയിൽ ജോയിൻ ചെയ്യുന്ന എല്ലാം പക്ക സെയിം അതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഭഗവത് കേസരി എന്ന മൂവി ഞാൻ കണ്ടിട്ടുണ്ട്. ബാലയുടെ മൂവിയാണ്. ആ ഒരു സിനിമയുടെ കണ്ടന്റ് നൈസാണ്. ആ ഒരു വുമൻ പവറും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് സിനിമ സംസാരിക്കുന്നത്. ആ ഒരു കണ്ടന്റും കാര്യങ്ങളും എല്ലാം നൈസാണ്. പക്ഷെ ബാലയ പടമാണ്. സോ ഓവർ ദ ടോപ്പായിട്ട് നിൽക്കുന്ന, നമ്മൾ എന്താടാ ഇതൊക്കെയെന്ന് ആലോചിക്കുന്ന രീതിക്കാണ് സിനിമ മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആൾക്കാരുടെ പെർഫോമൻസ് ആയാലും എല്ലാം വെറുപ്പിക്കലാണ്. കാജലും ബാലയ്യയും പിന്നെ മറ്റേ പുള്ളിക്കാരി ശ്രീലയ, പുള്ളിക്കാരുടെ പേര് എനിക്കറിയത്തില്ല, എല്ലാവരും ഇങ്ങനെ വെറുപ്പിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. പക്ഷെ കണ്ടന്റ് നൈസാണ്. അതേ കണ്ടന്റ് ആസ് തലപതി ആൻഡ് മമിത ആൻഡ് പൂജ ഹെഗ്ഡെ ആയിട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് മാത്രം നോക്കിയാൽ മതി. ആൻഡ് ഇതിൽ ആ ഒരു സർക്കാർ അല്ലെങ്കിൽ ആ ഒരു പൊളിറ്റിക്സ് ഒക്കെ സിനിമ സംസാരിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ആ ഒരു അഡ്വാൻസ് ടെക്നോളജി പരിപാടിയൊക്കെ വരുന്നുണ്ട്. ലാസ്റ്റ് ആ ഒരു ട്രെയിലർ ലാസ്റ്റ് ഒരു റോബോട്ടൊക്കെ വരുന്നുണ്ട്. ഞാനിങ്ങനെ ഞെട്ടിപ്പോയി, റോബോട്ടോ, അതെങ്ങനെയാവുമെന്ന് എനിക്ക് അറിയത്തില്ല. സോ എന്തായാലും കണ്ടു നോക്കണം. എന്തായാലും ഭഗവത് കേസരി ആണെന്നുള്ള കാരണം ഷുവറാണ്. പിന്നെ ഓഡിയോ ലോഞ്ച് സമയത്ത് ന്യൂസ് പറഞ്ഞായിരുന്നു ഭഗവത് കേസരി അല്ല, അങ്ങനെയൊന്നും എടുത്തിട്ടില്ല. ആ ഒരു സിനിമയുടെ എന്തൊരു പോർഷൻ മാത്രമേ റൈറ്റ്സ് വാങ്ങിച്ചിട്ടുള്ളൂ എന്നാണ് ആദ്യം വന്ന റിപ്പോർട്ട്. ഇപ്പൊ ഏകദേശം ഉറപ്പാണ് 90% ഭഗവത് കേസരി തന്നെയാണ്. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങോട്ടൊക്കെ മാറ്റമുണ്ട്. പക്ഷെ ട്രെയിലർ കാണിച്ചിട്ടുള്ള എല്ലാ സീനും സെയിം ആണ് കേട്ടോ. എല്ലാ സീനും ഭഗവത് കേസരിയിലുള്ള അതുപോലെ തന്നെയാണ്. പക്ഷെ ആ ഒരു പൊളിറ്റിക്കൽ സൈഡ് വരുമ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നീട് ആ ഒരു AI ടെക്നോളജി പോലത്തെ ആ റോബോട്ടും ഡ്രോണും കുറെ പരിപാടിയൊക്കെ വരുന്നുണ്ട്. സോ അതെന്താണെന്ന് അറിയത്തില്ല. പക്ഷെ ഏകദേശം ഭഗവത് കേസരിയാണ് എന്നൊക്കെ കാര്യങ്ങൾ മനസ്സിലായി. സോ ആ സിനിമ കണ്ടിട്ടില്ലാത്തവർ ഇനി കാണാനൊന്നും പോകണ്ട, ഇതങ്ങ് കണ്ടാൽ മതി. ഞാൻ ഓൾറെഡി അത് കണ്ടിട്ടുണ്ട്. ട്രെയിലർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നൈസ് കട്ട്സ് ആയിരുന്നു, ഭയങ്കര നൈസ് ബിജിഎം അറിയാലോ, അനിരുദ്ധാണ്. പിന്നെ കട്ട്സ് ആയാലും വിഷ്വൽസ് ആയാലും തലപതിയുടെ ആ ഒരു ഓറ, ആ സ്ക്രീൻ പ്രസൻസ്, അതൊക്കെ നൈസ് ആയിരുന്നു. എസ്പെഷ്യലി മൂപ്പർ ആ ഒരു എന്തൊരു ടൂൾ പോലെ സാധനം എടുത്ത് ബ്ലഡും കൊണ്ട് ഇങ്ങനെയൊക്കെ വരും, അതൊക്കെ അടിപൊളിയായിരുന്നു. കട്ട്സ് ഒക്കെ നൈസ് ആയിരുന്നു. സൗണ്ടും പരിപാടി, മ്യൂസിക് ആയാലും കളറിംഗ് ആയാലും ആ ഒരു സിനിമാറ്റോഗ്രഫി പരിപാടി എല്ലാം അടിപൊളിയായിരുന്നു. ഭഗവത് കേസരിയാണ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെയിം ആണെങ്കിൽ ആ ഒരു എന്റെ ട്രെയിലർ കാണാൻ ഭയങ്കര വൈബായിരുന്നു. നമ്മൾ ബാലയ്യ പടത്തില് തലപതിയെ കൊണ്ട് പ്ലേസ് ചെയ്താൽ കുറെ കാര്യങ്ങളൊക്കെ മാറും, കുറെ കാര്യങ്ങൾ. സോ അങ്ങനത്തെ ഒരു പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ എനിക്ക് ആ ഒരു ട്രെയിലറും ബാക്കി എല്ലാ കാര്യങ്ങളും ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇതൊരു തലപതി പടമാണ്, അത് മാത്രം ചിന്തിച്ചാൽ മതി. തിയേറ്ററിൽ പോവുക, ആഘോഷിക്കുക, പൊളിക്കുക, ക്ലാപ്പ് അടിക്കുക, വിസിലടിക്കുക, തിരിച്ചു വരിക. മൂപ്പര ലാസ്റ്റ് സിനിമയാണ്, അടിച്ചു പൊളിക്കുക. അല്ലാതെ ഭഗവത് കേസരിയാണ്, അതാണ് ഇതാണ് സ്റ്റോറി, എനിക്കറിയാം എങ്ങനെയാണ് മൂവി പോകണം, അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇപ്പം ലിയോ ഇറങ്ങിയ സമയത്ത് പോലും ഹിസ്റ്ററി ഓഫ് വയലൻസ് ആണെന്ന് എല്ലാവർക്കും അറിയായിരുന്നു. പിന്നീട് അവസാന നിമിഷം വരെ അല്ല എന്ന് പറഞ്ഞത് തിയേറ്ററിൽ പോകുമ്പോൾ ഓഫ്കോഴ്സ് അവിടെ എഴുതി കാണിച്ചു. അതുപോലെ തന്നെയാണ് ഞാൻ വിചാരിച്ചു, ഓക്കെ ഇത് ഭഗവത് കേസരി ആയിരിക്കും. കാരണം ആ ഒരു ഇടയ്ക്ക് കുറെ പോസ്റ്റേഴ്സ് ഒക്കെ വന്നപ്പോഴും ഏകദേശം കാര്യങ്ങളൊക്കെ സെയിം ആയിരുന്നു. പിന്നീട് ഇങ്ങനെ ഒരു ടോക്ക് വരുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഏകദേശം സിനിമ അതുപോലെ ആയിരിക്കും. പിന്നീട് അതല്ല എന്ന് അവർ പറഞ്ഞപ്പോഴും ഞാൻ ആലോചിച്ചു, ഏതൊരു സീന് മാത്രമാണ് ആദ്യം കോപ്പിറൈറ്റ് വാങ്ങിച്ചിരിക്കുന്നത്. ആ ഒരു ബാലയുടെ സിനിമയിൽ ഒരു ചെറിയൊരു സീനുണ്ട്, അത് കുറച്ച് നൈസാണ്. ആ സീൻ മാത്രമാണ് ഇവർ വാങ്ങിച്ചിരിക്കുന്നത്. പക്ഷെ അത് മാത്രമായിരിക്കും. പക്ഷെ ഇത് ട്രെയിലർ കണ്ടപ്പോൾ ഒരു ഫുൾ സിനിമ ഇവിടെ ഉണ്ട്. സോ അതൊന്നും ഒരു പ്രശ്നമല്ല.
തിയേറ്ററിൽ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പോവുക, കാണുക, അടിച്ചു പൊളിക്കുക, തിരിച്ചു വരിക, അത് മാത്രമേ ഉള്ളൂ. ലാസ്റ്റ് പടമാണ്, അടിച്ചു പൊളിക്കുക. എൻ്റെ അപ്പുറത്ത് വേറൊന്നും എനിക്ക് പറയാനില്ല. ഈ ഒരു സിനിമ അങ്ങനെ മാത്രമേ ഞാൻ നോക്കത്തുള്ളൂ. കാരണം ഇതിന് ശേഷം ഇനി സിനിമ വരാനില്ല. മൂപ്പർ റിട്ടയർമെന്റ് അടിച്ച് പോയി. എന്തെങ്കിലും വരുമെന്നുള്ള പ്രതീക്ഷ ഉണ്ട്. ഇനി അങ്ങോട്ട് എല്ലാം റീ റിലീസ് മാത്രമായിരിക്കും. തിരിച്ചു വരുന്നത് ചാൻസ് വളരെ കുറവാണ്. സോ ലാസ്റ്റ് പടമാണ്, എൻജോയ് ചെയ്യുക. സോ എന്നാലും നിങ്ങൾ കണ്ടു നോക്കിയപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നി എന്നുള്ളത് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ആൻഡ് ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്. ജനുവരി 9 വൺ ലാസ്റ്റ് റൈഡ്. പോവുക, അടിച്ചു പൊളിക്കുക, അത്രയേ ഉള്ളൂ.